നമസ്കാരം. ഇന്നത്തെ ക്ലാസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് റിലേയ്സ് എന്ന ടോപ്പിക്കിലെ ലൈൻ പ്രൊട്ടക്റ്റീവ് റിലേയ്സ് ടൈപ്സ് ഓപ്പറേഷൻ എന്നതിനെക്കുറിച്ചാണ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ പ്രസൻറ്റേഷനിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സ്റ്റേറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേയ്സ്. റിലേകളുടെ വർഗീകരണം പ്രസ്താവിക്കുക. ഇതിനെക്കുറിച്ച് പറയണം. 2. ലിസ്റ്റ് ദ ടൈപ്സ് ഓഫ് റിലേയ്സ് ആൻഡ് ദെയർ യൂസസ്. റിലേകളുടെ തരങ്ങളും അവയുടെ ഉപയോഗങ്ങളും പട്ടികപ്പെടുത്തുക. ഇതിനെക്കുറിച്ചും പറയണം. 3. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഓവർ കറൻറ്റ്, ഡിഫറൻഷ്യൽ, എർത്ത് ഫോൾട്ട്, ഡിസ്റ്റൻസ് ആൻഡ് നൺ ഡയറക്ഷണൽ റിലേയ്സ്. ഓവർ കറൻറ്റ്, ഡിഫറൻഷ്യൽ, എർത്ത് ഫോൾട്ട്, ദൂരം, ദിശേതര റിലേകൾ എന്നിവയുടെ പ്രവർത്തന തത്വം വിശദീകരിക്കുക. ഇതിനെക്കുറിച്ചും പറയണം. 4. സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലേയ്സ്. റിലേകളുടെ സവിശേഷതകൾ പ്രസ്താവിക്കുക. ഇതിനെക്കുറിച്ച് പറയണം. 5. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ഓവർ വോൾട്ടേജ് എൻഡ് അണ്ടർ വോൾട്ടേജ് റിലേ. വോൾട്ടേജ് റിലേക്ക് കീഴിലുള്ള ഓവർ വോൾട്ടേജ് എൻഡിൻ്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുക. ഇതിനെക്കുറിച്ചും പറയണം. 6. സ്റ്റേറ്റ് ദ നെസസിറ്റി ഓഫ് ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ഓഫ് റിലേ. റിലേയുടെ സമയഗുണിത ക്രമീകരണത്തിൻ്റെ ആവശ്യകത പ്രസ്താവിക്കുക. ഇതിനെക്കുറിച്ചും പറയണം. ഓക്കെ, പ്രസൻറ്റേഷനിലേക്ക് കിടക്കാം. ലൈൻ പ്രൊട്ടക്റ്റീവ് റിലേയ്സ് ടൈപ്സ് ഓപ്പറേഷൻ. ഇൻട്രോഡക്ഷൻ. സർക്യൂട്ടിലെ അസാധാരണ അവസ്ഥയായി മനസ്സിലാക്കുകയും ബ്രേക്കറിൻ്റെ പ്രവർത്തനത്തിന് കമാൻഡ് നൽകുകയും ചെയ്യുന്ന ഘടകമാണ് റിലേകൾ. ഇത് തെറ്റായ അളവുകളെ വ്യാഖ്യാനിക്കുന്നു. അതായത് CT ഔട്ട്പുട്ട്, കറൻറ്റ്, PT ഔട്ട്പുട്ട്, വോൾട്ടേജ്, റിലേയിലെ സ്വഭാവ സവിശേഷതയ്ക്കും സമയഗുണിത ക്രമീകരണത്തിൻ്റെ മൂല്യത്തിനും അനുസൃതമായി പ്രവർത്തനത്തിനായി ബ്രേക്കറിൻ്റെ ട്രിപ്പിംഗ് സർക്യൂട്ടുകളിലേക്ക് കമാൻഡ് അയക്കുന്നു. അടുത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേയ്സ്. റിലേയ്സ് ആർ ക്ലാസിഫൈഡ് മെയിൻലി ഇൻ 3 categories. They are according to. റിലേകളുടെ വർഗീകരണം. റിലേകളെ പ്രധാനമായി 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അവ ഇപ്രകാരമാണ്. 1. ക്വാണ്ടിറ്റി സെൻസഡ്. കറൻറ്റ്, വോൾട്ടേജ്, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് ഇംപെഡൻസ്. 2. ട്രിപ്പിംഗ്. ഇൻസ്റ്റൻറ്റേനിയസ് ട്രിപ്പ്, ഡിലേഡ് ട്രിപ്പ്, ഇൻവേഴ്സ് ടൈം റെസ്പോൺസ് ആൻഡ് ഡെഫിനിറ്റ് ടൈം. 3. ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. ഇലക്ട്രോമാഗ്നറ്റിക് റിലേയ്സ്, ഇൻഡക്ഷൻ റിലേയ്സ്, തെർമൽ റിലേയ്സ് ആൻഡ് സ്റ്റാറ്റിക് ഓർ ഡിജിറ്റൽ റിലേയ്സ്. അടുത്ത ടൈപ്സ് ഓഫ് റിലേയ്സ്. ആവശ്യാനുസരണം വിവിധതരം റിലേകൾ ഉപയോഗിക്കുന്നു. അവ: 1. ഓവർ കറൻറ്റ് റിലേ. 2. ഓവർ വോൾട്ടേജ് റിലേ. 3. അണ്ടർ വോൾട്ടേജ് റിലേ. 4. ഡിഫറൻഷ്യൽ റിലേ. 5. എർത്ത് ഫോൾട്ട് റിലേ. 6. ഡിസ്റ്റൻസ് റിലേ. 7. ഇംപിഡൻസ് റിലേ. 8. അഡ്മിറ്റൻസ് റിലേ. 9. റിയാക്റ്റൻസ് റിലേ. ട്രാൻസ്മിഷൻ ലൈനുകൾ, ട്രാൻസ്മിഷൻ ഉപകരണങ്ങൾ, സബ്സ്റ്റേഷൻ ഉപകരണങ്ങൾ എന്നിവ പരീക്ഷിക്കുന്നതിന് സ്വിച്ച് ഗിയർ പരിരക്ഷണ നെറ്റ്വർക്കുകൾക്കായി ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങളിലൊന്നാണ് റിലേ. ട്രാൻസ്ഫോർമറുകൾ, ലൈറ്റ്നിങ് അറസ്റ്ററുകൾ, എർത്ത് സ്വിച്ചുകൾ, ഇൻസുലേറ്ററുകൾ, CTകളും PTകളും പോലുള്ള വിതരണത്തിനായി സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വളരെ ചെലവേറിയതും കേടുപാടുകളിൽ നിന്ന് നിരന്തരമായ സംരക്ഷണം ആവശ്യമാണ്. മാറ്റി സ്ഥാപിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യുന്നത് എളുപ്പമല്ല. കൂടാതെ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത വിതരണം നൽകുകയും ചെയ്യുക. അതിനാൽ ഈ ഉപകരണങ്ങളുടെ പരിരക്ഷ വളരെ അത്യന്താപേക്ഷിതമാണ്. ഓവർ കറൻറ്റ്, ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ് തകരാറുകൾ എന്നിവയ്ക്കുള്ള കാരണങ്ങൾ. ഓവർ കറൻറ്റ്, ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ എർത്ത് തകരാറുകൾക്ക് കാരണമായ പല കാരണങ്ങൾ. തെറ്റായ തരവും കാരണഫലവും പട്ടിക 1 പട്ടികപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് സെൻസർസ് യൂസ്ഡ് ഫോർ റിലേയ്സ്. റിലേകൾക്കായി ഉപയോഗിക്കുന്ന സെൻസറുകൾ. റിലേയ്ക്ക് മൊത്തം ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ലോഡ് കറൻറ്റ് സ്വീകരിക്കാൻ കഴിയില്ല. വൈദ്യുത അളവിൻ്റെ ഒരു ചെറിയ ഭാഗം സെൻസറുകളിലൂടെ റിലേയ്ക്ക് വിതരണം ചെയ്യുന്നു. നിലവിലെ റിലേയിലും വോൾട്ടേജ് റിലേയിലും സെൻസറുകളുടെ ഉദ്ദേശമാണ് CT എന്നും പൊട്ടൻഷ്യലുള്ള ട്രാൻസ്ഫോർമർ PT എന്നും അറിയപ്പെടുന്ന നിലവിലെ ട്രാൻസ്ഫോർമർ. ലോഡ് വ്യവസ്ഥകൾക്കനുസരിച്ച് റിലേകളിലേക്ക് സെൻസിങ് അളവ് നൽകുന്നതിന് വിവിധ ഇൻപുട്ട് ഔട്ട്പുട്ട് അനുപാതങ്ങൾ പ്രായോഗികമായി ഉണ്ട്.
അടുത്ത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കറണ്ട് റിലേ. നിലവിലെ റിലേയുടെ പ്രവർത്തന തത്വം. സബ്സ്റ്റേഷനിലും ട്രാൻസ്മിഷൻ ലൈനുകളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റിലേ ദുരന്ത സാഹചര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്നു. ആധുനിക സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റിലേകളുടെ ഏറ്റവും പുതിയ പതിപ്പ്. ഇപ്പോൾ പരമ്പരാഗത ഇലക്ട്രോമാഗ്നറ്റിക് റിലേകളുടെ കാലഹരണപ്പെട്ട ദിവസമാണ്. കാരണം അവയുടെ പല മുന്നേറ്റങ്ങളും ഇലക്ട്രോമാഗ്നറ്റിക് റിലേയുമായി താരതമ്യപ്പെടുത്തുന്നു. ഇത് ചിത്രത്തിൽ തന്നിരിക്കുന്നു. ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് റിലേയുടെ മുൻപാനൽ ക്രമീകരണ ചിത്രം തന്നിരിക്കുന്നു. 1. ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് TMS. 2. ട്രിപ്പ് ഫ്ലാഗ്. 3. അലുമിനിയം റൊട്ടേറ്റിംഗ് ഡിസ്ക്. 4. പേഴ്സൻറ്റേജ് ഫോൾട്ട്. ക്വാണ്ടിറ്റി ടൈം റഫറൻസ് ഡയൽ. 5. ടാപ്പ് സെറ്റിംഗ് പ്ലഗ്. 6. ഇൻപുട്ട് ഫോൾട്ട് ക്വാണ്ടിറ്റി. 7. കോണ്ടാക്റ്റ് പ്ലഗ് ടെർമിനൽസ്. ഒരു നിശ്ചിത മിനിമം സ്വഭാവമുള്ള വിപരീത സമയ പ്രവർത്തനം നൽകുന്ന നിലവിലെ റിലേയെക്കുറിച്ചുള്ള ഒരു ഇൻഡക്ഷൻ തരം ചിത്രത്തിലുണ്ട്. ആവശ്യമായ സ്വഭാവ സവിശേഷതകൾ നൽകുന്നതിന് ചെറിയ പരിഷ്കരണങ്ങളുള്ള ഒരു AC എനർജി മീറ്റർ സംവിധാനം ഇതിൽ അടങ്ങിയിരിക്കുന്നു. റിലേയിൽ 2 വൈദ്യുതകാന്തികങ്ങളുണ്ട്. മുകളിലെ വൈദ്യുതകാന്തികത്തിന് 2 വൈൻഡിങ്ങുകളുണ്ട്. ഇവയിലൊന്ന് പ്രൈമറിയും പരീക്ഷിക്കപ്പെടേണ്ട വരിയിലെ ഒരു CTയുടെ സെക്കൻഡറിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇടവേളകളിൽ ടാപ്പ് ചെയ്യുന്നു. ടാപ്പിങ്ങുകൾ ഒരു പ്ലഗ് ക്രമീകരണ ബ്രിഡ്ജിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിലൂടെ ഉപയോഗത്തിലുള്ള ചുറ്റുകളുടെ എണ്ണം ക്രമീകരിക്കാൻ കഴിയും. അതുവഴി ആവശ്യമുള്ള നിലവിലെ ക്രമീകരണം നൽകുന്നു. നിലവിലെ ശ്രേണി 50% മുതൽ 200% വരെ 25% ഘട്ടങ്ങളിൽ നൽകാൻ 7 വിഭാഗത്തിലുള്ള ടാപ്പിങ്ങുകൾ നൽകാനാണ് സാധാരണയായി പ്ലഗ് ബ്രിഡ്ജ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ തകരാറിനോട് പ്രതികരിക്കാൻ റിലേ ആവശ്യമാണെങ്കിൽ 10% മുതൽ 70% വരെയും 10% ഘട്ടങ്ങളിൽ 20% മുതൽ 80% വരെയും നൽകുന്നതിന് ഘട്ടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ ടാപ്പിനും നൽകിയിട്ടുള്ള മൂല്യങ്ങൾ റിലേയുമായി ബന്ധപ്പെട്ട CTയുടെ പൂർണ്ണ ലോഡ് റേറ്റിംഗിൻ്റെ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രകടിപ്പിക്കുന്നത്. കൂടാതെ ഡിസ്ക് തിരിയാൻ ആരംഭിക്കുകയും അവസാന ട്രിപ്പ് സർക്യൂട്ട് അടയ്ക്കുകയും ചെയ്യുന്ന മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു. നിലവിലെ ക്രമീകരണത്താൽ ഗുണിച്ച CTയുടെ റേറ്റ് ചെയ്ത സെക്കൻഡറി കറണ്ടിന് പിക്കപ്പ് കറണ്ട് തുല്യമാണ്. ഉദാഹരണത്തിന് നിലവിലെ ക്രമീകരണം 150% ഒരു ഓവർ കറണ്ട് റിലേ 500 ആംപിയർ പെർ 5 ആംപിയർ CT വഴി സപ്ലൈ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക. CTയുടെ റേറ്റ് ചെയ്ത സെക്കൻഡറി കറണ്ട് 5 ആംപിയർ ആണ്. അതിനാൽ 1.5 × 5 അതായത് 7.5 ആംപിയർ ആയിരിക്കും. ഇതിനർത്ഥം നിലവിലെ ക്രമീകരണത്തിന് മുകളിൽ റിലേ യഥാർത്ഥത്തിൽ തുല്യമോ വലുതോ ആയ ഒരു റിലേ കറണ്ടിനായി പ്രവർത്തിക്കുമെന്നാണ്. 7.5 ആംപിയറിനേക്കാൾ അതുപോലെ തന്നെ നിലവിലുള്ള 50, 100, 200% ക്രമീകരണങ്ങളിൽ യഥാക്രമം 2.5, 5, 10 ആംപിയർ എന്നിവയുടെ റിലേ കറണ്ടുകൾക്കായി റിലേ പ്രവർത്തിക്കും. ആവശ്യമായ ടാപ്പ് മൂല്യത്തിൽ ബ്രിഡ്ജ് സോക്കറ്റിൻ്റെ സ്പ്രിംഗ് ലോഡഡ് ജോസുകൾക്കിടയിൽ ഒരു പിൻ ചേർത്താണ് നിലവിലെ ക്രമീകരണം ക്രമീകരിക്കുന്നത്. സേവനത്തിലെ റിലേ സമയത്ത് ക്രമീകരണ മൂല്യം മാറ്റുന്നതിനായി പിൻ പിൻവലിക്കുമ്പോൾ റിലേ യാന്ത്രികമായി ഉയർന്ന ക്രമീകരണം സ്വീകരിക്കുന്നു. അതിനാൽ CTയുടെ സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. പ്രീസെറ്റ് ആംഗിളിലൂടെ ഡിസ്ക് കറങ്ങുമ്പോൾ ഡിസ്ക് സ്പിൻഡിൽ ചലിക്കുന്ന ഒരു കോണ്ടാക്റ്റ് വഹിക്കുന്നു. അത് 2 നിശ്ചിത കോണ്ടാക്റ്റുകളെ ട്രിപ്പ് സർക്യൂട്ട് കോണ്ടാക്റ്റുകൾ പാലിക്കുന്നു. ആവശ്യമുള്ള സമയ ക്രമീകരണം നൽകിക്കൊണ്ട് 0 ഡിഗ്രിനും 360 ഡിഗ്രിക്കും ഇടയിലുള്ള ഏത് മൂല്യത്തിലും ആംഗിൾ സജ്ജമാക്കാൻ കഴിയും. ഈ ക്രമീകരണത്തെ സമയക്രമീകരണ ഗുണിതം എന്ന് വിളിക്കുന്നു. സമയക്രമീകരണ ഗുണിതം സാധാരണയായി ക്രമീകരിക്കാവുന്ന ബാക്ക് സ്റ്റോപ്പിൻ്റെ രൂപത്തിലാണ്. അത് ഡിസ്ക് സഞ്ചരിക്കുന്ന ആർക്ക് ദൈർഘ്യം നിർണ്ണയിക്കുന്നു. ട്രിപ്പ് ദൈർഘ്യം കുറയ്ക്കുന്നതിലൂടെ പ്രവർത്തന സമയം കുറയുന്നു. സമയക്രമീകരണ ഗുണിതം 0.05 ഘട്ടങ്ങളിൽ 0 മുതൽ 1 വരെ കാലിബ്രേറ്റ് ചെയ്യുന്നു.
ഈ കണക്കുകൾ യഥാർത്ഥ ഓപ്പറേറ്റിംഗ് സമയത്തെ പ്രതിനിധീകരിക്കുന്നില്ല. പക്ഷേ റിലേ നെയിം പ്ലേറ്റ് കർവ് ടൈം PSM കർവിൽ നിന്ന് അറിയപ്പെടുന്ന സമയത്തെ യഥാർത്ഥ ഓപ്പറേറ്റിംഗ് സമയമായി പരിവർത്തനം ചെയ്യാൻ ഉപയോഗിക്കുന്ന മൾട്ടിപ്ലയറുകളാണ്. അങ്ങനെ സമയക്രമീകരണം 0.2ഉം റിലേയുടെ ടൈം PSM കർവിൽ നിന്ന് ലഭിച്ച ഓപ്പറേറ്റിംഗ് സമയം 5 സെക്കൻഡും ആണെങ്കിൽ റിലേയുടെ യഥാർത്ഥ പ്രവർത്തന സമയം 0.2 × 5 തുല്യമായിരിക്കും. അതായത് 1 സെക്കൻഡ്. പ്രീസെറ്റ് കോണിലൂടെ ഡിസ്ക് തിരിക്കുന്നതിന് ആവശ്യമായ സമയം പ്രൈമറി സർക്യൂട്ടിലെ ഇലക്ട്രിക് കറന്റ് വ്യത്യാസപ്പെടുന്ന ടോർക്കിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ കൂടുതൽ ടോർക്ക് കുറവ് ആവശ്യമായ സമയമായിരിക്കും. അതിനാൽ റിലേക്ക് വിപരീത സമയ സ്വഭാവമുണ്ട്. അടുത്തത് റിലേ ടൈം സെറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. 1. ഇൻസ്റ്റൻറ്റേനിയസ് ഓവർ കറൻറ്റ് വോൾട്ടേജ് റിലേ. നിലവിലെ വോൾട്ടേജ് റിലേയിൽ തൽക്ഷണം തെറ്റായ അളവ് മുൻകൂട്ടി നിശ്ചയിച്ച മൂല്യത്തിലെത്തുമ്പോൾ നിശ്ചിത കറൻറ്റ് വോൾട്ടേജ് ഓവർ അല്ലെങ്കിൽ അണ്ടർ റിലേ തൽക്ഷണം പ്രവർത്തിക്കുന്നു. ഇത് ചിത്രത്തിൽ തന്നിരിക്കുന്നു. തെറ്റായ അളവ് അതിൻ്റെ പിക്കപ്പ് വാൽവ് കവിയുന്ന ഒരു നിശ്ചിത സമയത്ത് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തന മാനദണ്ഡം തെറ്റായ അളവ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഓപ്പറേറ്റിംഗ് സമയം സ്ഥിരമാണ്. മനഃപൂർവമായ സമയ കാലതാമസമില്ല. തകരാറും ഉറവിടവും തമ്മിലുള്ള ഇംപിഡൻസിലെ വ്യത്യാസം കാരണം സംഭവിച്ച തകരാറിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ഇവ വ്യത്യാസപ്പെടുന്നു. ഇത് 0.1 സെക്കൻഡ് അല്ലെങ്കിൽ അതിൽ കുറവ് പ്രവർത്തിക്കാൻ കഴിയും. 2. ഡെഫിനിറ്റ് ടൈം നിശ്ചിത സമയം. റിലേയുടെ സമയക്രമീകരണം വരെ തുടരുന്ന തെറ്റായ അളവിൽ 2 നിബന്ധനകൾ പാലിക്കണം. ഇത് ചിത്രത്തിൽ തന്നിരിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തന സമയം സ്ഥിരമാണ്. അതിൻ്റെ പ്രവർത്തനം തെറ്റായ അളവിൻ്റെ വ്യാപ്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിന് സമയ ഡയൽ ക്രമീകരണങ്ങളുണ്ട്. സമയകാലതാമസം വ്യത്യാസപ്പെടാം. തെറ്റായ സ്ഥാനത്ത് ട്രിപ്പിംഗ് സമയം സ്വതന്ത്രമാണ്. 3. ഇൻവേഴ്സ് ടൈം വിപരീത സമയം. പ്രവർത്തന സമയം വിപരീതമായി തെറ്റായ അളവ് മാറ്റി അതിനാൽ ഉയർന്ന തെറ്റായ അളവ് താഴ്ന്നവയേക്കാൾ വേഗത്തിൽ റിലേ പ്രവർത്തിക്കും. ഇത് ചിത്രത്തിൽ തന്നിരിക്കുന്നു. പ്രായോഗികമായി കുറച്ച് ക്രമീകരണങ്ങൾ കൂടി ഉണ്ട്. അവ സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ്, വെരി ഇൻവേഴ്സ്, എക്സ്ട്രീമിലി ഇൻവേഴ്സ്. സമയവും തെറ്റായ അളവും അനുസരിച്ച് വിവേചനം റിലേ പ്രവർത്തന സമയം തെറ്റായ അളവിന് വിപരീത അനുപാതത്തിലാണ്. വിപരീത സമയ റിലേകളെ ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേകൾ എന്നും വിളിക്കുന്നു. ടൈം ഡയൽ ക്രമീകരണം ക്രമീകരിച്ചുകൊണ്ട് റിലേയുടെ പ്രവർത്തന സമയം മുകളിലേക്ക് നീക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞ സമയ ഡയൽ ക്രമീകരണം വേഗതയേറിയ ഓപ്പറേറ്റിംഗ് സമയം. സാധാരണയായി 0.5 സെക്കൻഡും വേഗത കുറഞ്ഞത് 10 സെക്കൻഡും. അടുത്ത സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻവേഴ്സ് ടൈം സെറ്റിംഗ്സ്. വിപരീത സമയ ക്രമീകരണങ്ങളുടെ നിശബ്ദ സവിശേഷതകൾ. തെറ്റായ അളവ് അതിൻ്റെ പിക്കപ്പ് മൂല്യം കവിയുമ്പോൾ പ്രവർത്തിക്കുന്നു. പ്രവർത്തന സമയം തെറ്റായ അളവിൻ്റെ വ്യാപ്തിയെ ആശ്രയിച്ചിരിക്കുന്നു. തെറ്റായ അളവിൻ്റെ താഴ്ന്ന മൂല്യങ്ങളിൽ വിപരീത സമയം നിലവിലെ സവിശേഷതകളും ഉയർന്ന മൂല്യങ്ങളിൽ കൃത്യമായ സമയ സവിശേഷതകളും ഇത് നൽകുന്നു. പ്ലഗ് ക്രമീകരണ ഗുണകത്തിൻ്റെ മൂല്യം 10-ന് താഴെയാണെങ്കിൽ വിപരീത സ്വഭാവ സവിശേഷതകൾ ലഭിക്കും. കാരണം 10-നും 20-നും ഇടയിലുള്ള മൂല്യങ്ങൾ നിശ്ചിത സമയ സവിശേഷതകളിലേക്ക് പ്രവണത കാണിക്കുന്നു. വ്യത്യസ്ത വിപരീത തരങ്ങൾ ചിത്രത്തിൽ കാണിക്കുന്നു. വിപരീതത്തെ അടിസ്ഥാനമാക്കി ഇതിന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന 3 വ്യത്യസ്ത തരം കർവുകളുണ്ട്. അടുത്തത് നോർമൽ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സാധാരണ വിപരീത സ്വഭാവ ഗുണങ്ങൾ. ഓപ്പറേറ്റിംഗ് സമയത്തിൻ്റെ കുറച്ച് ശതമാനം മുതൽ വരെയാകാം. ഓപ്പറേറ്റിംഗ് സമയത്തിൻ്റെ അനിശ്ചിതത്വത്തിനും സ്വീകരിക്കുന്ന ഓപ്പറേറ്റിംഗ് സമയത്തിനും 1 സെക്കൻഡിൽ താഴെയുള്ള ഗ്രേഡിംഗ് മാർജിൻ ആവശ്യമായി വന്നേക്കാം. നിലവിലെ റിലേയിൽ സാധാരണ വിപരീത സമയം എന്നത് നിലവിലെ പെർ യൂണിറ്റിൻ്റെ നിലവിലെ ചെറിയ മാറ്റമാണ്. അടുത്തത് വെരി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്. വളരെ വിപരീത സമയ സവിശേഷതകൾ. IDMTയേക്കാൾ കൂടുതൽ വിപരീത സവിശേഷതകൾ നൽകുന്നു. തെറ്റായ അളവിൽ കുറവുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഉറവിടത്തിൽ നിന്നുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച്. കുത്തനെയുള്ള സ്വഭാവ സവിശേഷതകൾ കാരണം നിലത്തെ തകരാറുകൾക്കൊപ്പം ഫലപ്രദമാണ്. ഊർജ സ്രോതസ്സിൽ നിന്നിട്ടുള്ള തെറ്റായ ദൂരം വർദ്ധിക്കുന്നിടത്ത് അനുയോജ്യം.
സബ്സ്റ്റേഷനിൽ നിന്നുള്ള ദൂരത്തിനൊപ്പം ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് കറൻറ്റ് അതിവേഗം കുറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും അനുയോജ്യമാണ്. ഗ്രേഡിംഗ് മാർജിൻ ഈ സ്വഭാവ സവിശേഷതകളിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് 0.1 സെക്കൻഡ് കുറയ്ക്കാം. തെറ്റായ അളവ് തെറ്റായ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നു. അടുത്തത് എക്സ്ട്രീമിലി ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങേയറ്റ വിപരീത സമയ സവിശേഷതകൾ. ഇതിന് IDMTയേക്കാൾ വിപരീത സ്വഭാവ സവിശേഷതകളും വളരെ വിപരീത സ്വഭാവങ്ങളും ഉണ്ട്. അമിത ചൂടാക്കലിനെ പ്രതിരോധിക്കാൻ അനുയോജ്യം. പ്രവർത്തന സമയം തെറ്റായ അളവിൻ്റെ ചതുരത്തിന് വിപരീത അനുപാതത്തിലാണ്. നിലവിലെ ഉയർന്ന സ്വിച്ചിങ് ഉണ്ടായിരുന്നിട്ടും ഹ്രസ്വസമയ കാലതാമസം ഉപയോഗിക്കുന്നത് ഇത് സാധ്യമാക്കുന്നു. തെറ്റായ അളവ് തെറ്റായ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നു. ഫീഡറുകളുടെ സംരക്ഷണത്തിന് അനുയോജ്യം. സ്വിച്ചിങ്, റെഫ്രിജറേറ്ററുകൾ, പമ്പുകൾ, വാട്ടർ ഹീറ്ററുകൾ തുടങ്ങിയവ. കൂടാതെ ആൾട്ടർനേറ്റർ ട്രാൻസ്ഫോർമറുകൾക്കും വിലയേറിയ കേബിളുകൾക്കും അനുയോജ്യമാണ്. അടുത്തത് ലോങ് ടൈം ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ദീർഘകാല വിപരീത സ്വഭാവ സവിശേഷതകൾ. ഈ അളവുകൾ ബാക്കപ്പ് എർത്ത് ഫോൾട്ട് പരിരക്ഷണവുമായി ഉപയോഗിക്കുന്നു. ഇത് തെറ്റായ അളവിൻ്റെ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലാണ്. അടുത്തത് ഓവർ വോൾട്ടേജ് ആൻഡ് അണ്ടർ വോൾട്ടേജ് റിലേസ്. ഈ വൈദ്യുതകാന്തിക റിലേകൾ ഇൻഡക്ഷൻ തരം, ഡിസ്ക് തരം റിലേകളുടെ അതേ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ റിലേ ഇൻപുട്ടിൽ ഉപയോഗിക്കുന്ന സെൻസർ 110 വോൾട്ട് AC-യിൽ, ഔട്ട്പുട്ട് സാധാരണയായി സൂക്ഷിക്കുന്ന PT പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറിൽ നിന്നിട്ടുള്ളതാണ്. തകരാർ സംഭവിക്കുമ്പോൾ PT ഔട്ട്പുട്ട് ഒരു വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുകയും അത് തിരിക്കാൻ ഡിസ്ക് സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. തെറ്റ് പ്രതിനിധീകരിക്കുന്നത് തുടരുമ്പോൾ ട്രിപ്പ് സമയം സെറ്റ് ചെയ്ത് റിലേ ഡിസ്ക് കറങ്ങുകയും ബ്രേക്കറുകളുടെ ട്രിപ്പ് മെക്കാനിസത്തിൽ സജീവമാക്കുന്നതിന് ട്രിപ്പ് കോയിൽ ആക്കുകയും ചെയ്യുന്നു. തിരഞ്ഞെടുത്ത സവിശേഷതകൾ അനുസരിച്ച് ട്രിപ്പിംഗ് സമയം പരിഹരിച്ചു. തെറ്റായ വോൾട്ടേജിൻ്റെ പ്ലഗ് ക്രമീകരണ മൂല്യം ഉപയോഗിച്ച് പിക്കപ്പ് വോൾട്ടേജ് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഓവർ അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ് റിലേയിൽ വ്യത്യസ്ത തെറ്റ് വോൾട്ടേജുകളിൽ തിരഞ്ഞെടുക്കാനാകും. ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് TMS, തെറ്റായ അളവിൽ ആവശ്യമെങ്കിൽ ട്രിപ്പ് സമയം ചുരുക്കുന്നു. അടുത്തത് ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ്, സമയഗുണിത ക്രമീകരണം. റിലേയിൽ നിർമ്മിച്ച് മറ്റ് ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താതെ തിരഞ്ഞെടുത്ത സമയം ചുരുക്കാൻ റിലേയെ ഈ ക്രമീകരണം സഹായിക്കുന്നു. ടാപ്പ് ക്രമീകരണം തിരഞ്ഞെടുത്ത തെറ്റളവിൻ്റെ 50% കൂടുതൽ തകരാറുണ്ടെങ്കിൽ ബ്രേക്കർ വേഗത്തിൽ സജീവമാക്കാൻ ടൈം ഗുണിതം റിലേയെ സഹായിക്കുന്നു. അടുത്തത് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ റിലേ. ആന്തരിക തകരാറുകളുടെ ഫലങ്ങളിൽ നിന്ന് ജനറേറ്ററുകൾ, ട്രാൻസ്ഫോർമറുകൾ, ബസ് ബാർ, ട്രാൻസ്മിഷൻ ലൈൻ എന്നിവ പരീക്ഷിക്കുന്നതിനുള്ള വളരെ വിശ്വസനീയമായ ഒരു രീതിയാണ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ. സാധാരണ ഓപ്പറേറ്റിംഗ് അവസ്ഥയിൽ CTകളിലൂടെയുള്ള വൈദ്യുത കറണ്ട് ഒന്ന് തന്നെയാണ്. അതിനാൽ റിലേ സെൻസ് ഡിഫറൻഷ്യൽ കറണ്ട് ഇല്ല. ബാഹ്യ പിശകുകൾക്ക് ബാധകമാണ്. ജനറേറ്ററുകളെ തകരാറിൽ നിന്ന് നിലത്തേക്ക് സംരക്ഷിക്കുന്നതിന് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. സബ്സ്റ്റേഷനുകളിലെ ബസ് ബാറുകളുടെ ഡിഫറൻഷ്യൽ പരിരക്ഷണം ഓരോ ഇൻകമിംഗ് ലൈനിനും ഒരു CT ഉപയോഗിക്കുന്നു. എല്ലാ ഇൻകമിംഗ് കറൻറ്റുകളും ചേർക്കുകയും ഔട്ട് ഗോയിങ് കറൻറ്റുകളുടെ ആകെ തുകയുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ റിലേയുടെ പൊതുവായ സ്കീമാറ്റിക് ഡയഗ്രം ചിത്രത്തിൽ തന്നിരിക്കുന്നു. ട്രാൻസ്മിഷൻ ലൈനിൽ ഉപയോഗിക്കുന്ന പവർ ട്രാൻസ്ഫോർമറുകളുടെ സംരക്ഷണത്തിനായി ഡിഫറൻഷ്യൽ റിലേ സ്ഥാപിക്കുന്നതും ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അടുത്തത് ഡിസ്റ്റൻസ് റിലേസ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് റിലേ, വിദൂര റിലേകൾ അല്ലെങ്കിൽ പ്രവേശന റിലേകൾ. ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇംപിഡൻസ് അതിൻ്റെ നീളത്തിന് ആനുപാതികമാണ്. ദൂരം അളക്കുന്നതിന് ഒരു വരിയിലെ ഇംപിഡൻസ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പോയിൻ്റ് വരെ അളക്കാൻ കഴിവുള്ള ഒരു റിലേ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. എത്തിച്ചേരൽ പോയിൻ്റ്. അത്തരമൊരു റിലേ ഒരു വിദൂര റിലേ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത് റിലേ ലൊക്കേഷനും തിരഞ്ഞെടുത്ത റീച്ച് പോയിൻറ്റിനും ഇടയിൽ സംഭവിക്കുന്ന പിശകുകൾക്കായി മാത്രം പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത ലൈൻ വിഭാഗങ്ങളിൽ സംഭവിക്കാവുന്ന പിശകുകൾക്ക് വിവേചനം നൽകുന്നു. അടുത്തത് റിയാക്റ്റൻസ് റിലേ ഓർ ഷെയർഡ് പോൾ ടൈപ്പ് നോൺ ഡയറക്ഷണൽ റിലേ. സംരക്ഷിത ലൈനിൻ്റെ പ്രതിപ്രവർത്തനത്തോട് XL
മാത്രം പ്രതികരിക്കുന്ന ഒരു നേർരേഖാ സ്വഭാവമാണ് റിയാക്റ്റൻസ് റിലേ. ഇത് ദിശാസൂചനയല്ല, മൊത്തത്തിലുള്ള പരിരക്ഷയെ ചെറുത്തുനിൽപ്പിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതിന് അഡ്മിറ്റൻസ് റിലേയെ ഒരു ട്രിപ്പിംഗ് റിലേയായി അനുബന്ധമായി ഉപയോഗിക്കുന്നു. ഹ്രസ്വ ലൈനുകളിൽ ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. അവിടെ ഫോൾട്ട് ആർക്ക് പ്രതിരോധം രേഖയുടെ നീളത്തിൻ്റെ അതേ ക്രമമാണ്. സ്വിച്ച് ഗിയർ പരിരക്ഷയിൽ റിലേ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സംരക്ഷിത റിലേകളുടെ ആദ്യ തലമുറയാണ് വൈദ്യുതകാന്തിക റിലേ. ഇതിന് ചലിക്കുന്ന നിരവധി ഭാഗങ്ങളുണ്ട്, ഒപ്പം ഇൻഡക്ഷൻ തത്വങ്ങളിൽ പ്രവർത്തിക്കുന്നു. വൈദ്യുതകാന്തിക റിലേക്ക് ഒരു ഫംഗ്ഷൻ വഹിക്കാൻ കഴിയും, അതായത് നിലവിലുള്ളത് ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സമയത്ത് വോൾട്ടേജ് മൾട്ടി ഫംഗ്ഷനായി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റിലേ ഉപയോഗിച്ചും വൈദ്യുതകാന്തിക റിലേകളെക്കാൾ കൃത്യമായും ഈ അനുമാനിക്കുന്നതിനെ മറികടക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലുണ്ടാകും. ഒപ്പം ഇന്നത്തെ പ്രസൻറ്റേഷനിൽ 4 ചോദ്യങ്ങൾ തരികയാണ്. 1. സ്റ്റേറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേസ്. 2. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഓവർ കറൻറ്റ്, ഡിഫറൻഷ്യൽ, എർത്ത് ഫോൾട്ട്, ഡിസ്റ്റൻസ് ആൻഡ് നൺ ഡയറക്ഷണൽ റിലേസ്. 3. സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലേസ്. 4. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ഓവർ വോൾട്ടേജ് ആൻഡ് അണ്ടർ വോൾട്ടേജ് റിലേ. ഇതിൻ്റെ ഉത്തരങ്ങൾ ശരിയായ രീതിയിൽ കേട്ടും കണ്ടും പഠിച്ച ശേഷം നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഓക്കെ, താങ്ക് യു.